ഹായ്, ഞാൻ വിൽസൺ. ഇന്ന് ഇവിടെ ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, ന്യൂ ബോൾ കോറി. അതായത് പണ്ട് ഇവിടെ പാറ എടുത്തിട്ട് അവിടെ ഇപ്പോൾ വലിയൊരു തടാകം പോലെയായി വെള്ളമെല്ലാം സ്റ്റോർ ചെയ്ത് കിടക്കുകയാണ്. അത് റഗ്ബിയിലാണ്, റഗ്ബി UK-യിൽ. വാ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. കാരണം ഈ ഒരു കോറിയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും അവിടെ മത്സ്യങ്ങൾ വളരുന്നുണ്ട്, താറാവുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ വനമാണത്. അത് ഈ പ്രദേശത്ത് മൊത്തം ചുറ്റിയ ഒരു വനമാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൊണ്ട് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടുള്ളൂ. ഇത് ആ കാണുന്ന സ്ഥലത്തൂടെ കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ടാവും. അപ്പോൾ ആളുകൾ ഇവിടെ എക്സസൈസിന് വേണ്ടി വരുന്ന സ്ഥലമാണ്. നല്ല കാഴ്ചകൾക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്കുള്ള സ്ഥലങ്ങൾ കാണാം. വാ, നമുക്ക് നടന്ന് കാണാം. വാ. ഇത് വനപ്രദേശം പോലെ കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പാലിച്ചേ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന സംഗതികളൊന്നും ഇവിടെ അലൗഡ് അല്ല. അതായത് ഇത്രയും ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഡിസ്റ്റൻസിൽ. പട്ടി, ഉള്ളിൽ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല, വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല, ഡ്രിങ്ക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പട്ടം പറപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ നിർബന്ധമായിട്ട് പാലിക്കണം. കാണുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മൊത്തം കാണാം, ആരും കാണില്ല, ഒന്നും കാണില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇവിടെ ഇനിയുള്ള കാഴ്ചകളിലോട്ട് വാ. ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് ഭയങ്കര സ്റ്റെപ്പുകളാണ്, കാര്യം ഒരു കുത്തലുള്ള ഇറക്കമാണ് ഇവിടെ. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി മരങ്ങളുടെ പടിയുണ്ട്, മരങ്ങളുടെ സ്റ്റെപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പിടിച്ചിറങ്ങണം, കാരണം അല്ലെങ്കിൽ താഴെ പോയി നേരെ അങ്ങോട്ട് പൊക്കോളും. ഇപ്പോൾ സമ്മർ സീസൺ കഴിഞ്ഞു. സമ്മർ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓട്ടം സീസണാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ നല്ല മനോഹരമായ പച്ചപ്പ്, ഇവിടെ എല്ലാം പച്ചപ്പാണ്. അപ്പോൾ ഈ സീസണിനോട് മാസാവസാനത്തോടു കൂടി ഇതെല്ലാം മഞ്ഞയും ഇലയെല്ലാമായി ഈ ഇല കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ UK-യിലെ പച്ചപ്പ് കഴിയുകയാണ്. താഴെ കണ്ടില്ലേ, ഇത് അവിടെ ഇടയ്ക്കൊക്കെ മരത്തിൻ്റെ ഇലകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറിയ ഒരു കുത്തനുള്ള ഇറക്കമാണത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ബോർഡുണ്ട്, ന്യൂ ബോൾഡ് കോറി. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ സംഗതികളുണ്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മൂവ് ചെയ്ത് കാണിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നടക്കണം അങ്ങോട്ട്. കണ്ടോ എത്ര മനോഹരമായ ഇലകളാണ്. ഇവിടെ വന്നപ്പോൾ നോക്കിയേ, ഈ വെള്ളവും ഈ തടാകം എല്ലാം കാണുമ്പോൾ ഭയങ്കര ഫീലിംഗാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു എനർജറ്റിക് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പോലെ വളരെ പീസ്ഫുൾ. കണ്ടില്ലേ എത്ര മനോഹരമാണ് നോക്കി. ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ, നോക്കി നല്ല വെള്ളത്തിൻ്റെ നല്ല ഒരു ഡാമിൻ്റെ ലുക്കുണ്ട് ഇപ്പോൾ. മനസ്സിലായി, ഇത് ഡാമല്ല, ഒരു കോറിയാണെങ്കിലും ഒരു ഡാമിൻ്റെ ലുക്കാണ് ഇപ്പോൾ. ഇത് കാണിച്ചു തരാം. ഇവിടെ പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പഴങ്ങൾ ഇഷ്ടംപോലെയൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള മരങ്ങളും ഒരു പുതിയ തരം മരങ്ങളും ചെടികളൊക്കെയാണ് കാണുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ നാട്ടിൽ എന്താണ്ട് ഈ നദീതീരത്ത് നിൽക്കുന്ന ഇതുപോലെ കാണും, നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോ. കണ്ടോ എത്ര മനോഹരമായ പൂക്കളായി സൈഡിലൊക്കെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഞാൻ നടന്ന് മടുത്തു, കുറേ നടക്കാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പഴങ്ങളൊക്കെ എവിടെയാണ് നിങ്ങൾ കാണിച്ചു തരാം. അത് ഇതാവില്ലല്ലേ. ഇത് കണ്ടോ, ഇതൊരു തരം പഴമാണ്. ഈ പഴം കഴിക്കാൻ പാടില്ല. അതുപോലെ കണ്ടോ, ഇതിവിടെ വേറൊരു തരം പഴമുണ്ട്. കണ്ടോ, ഇതും ഒരു തരം പഴമാണ്, ഇതും കഴിക്കാൻ പാടില്ല. തരം പഴമാണ്, ഇതും കഴിക്കാൻ പാടില്ല. എന്തൊരു നല്ല വെള്ളമാണ്, ഇത് കണ്ണുനീര് പോലുള്ള വെള്ളം. നാട്ടിലാണെങ്കിൽ ഒന്ന് മുങ്ങി കുളിക്കാനൊക്കെ ഒരു അവസരമായിരുന്നു, പക്ഷെ ഇവിടെ കുളിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നത്? എന്തായാലും നടന്ന് മടുത്തു. ഇനി കുറച്ചേരം ഇരിക്കാൻ പോവാം, കുറച്ചേരം ഇരുന്നിട്ട് ഇനി അടുത്ത യാത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് തിന്നാൻ പറ്റുന്നത് കേട്ടോ. അതായത് ബ്ലാക്ക്ബെറി, മുള്ളുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് പറിച്ച് തിന്നണം കേട്ടോ. കേട്ടോ, ഇത് പറിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളു കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഒരു ചെറിയ പുളിയും ഒരു മധുരം കൂടെ കൂടി വിടും.
പറിക്കാൻ വേണ്ടി പോകാം. നല്ല പുളിയുണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്നൊരു പഴമാണേ. ഇത് ഈ ചെടിയിലെ പഴങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഇത് കഴിഞ്ഞു. കാരണം ഇതോടുകൂടി പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ്. അതിവിടെ വന്ന് അനുഭവിച്ചാൽ നമുക്ക് അതിൻ്റെ ഫീലിങ്സ് ആകത്തുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കുക. നിങ്ങളിവിടെ എന്തെങ്കിലും UK വരുമ്പോൾ ഇവിടെ വന്ന് ഇതൊന്ന് കണ്ട് നല്ലൊരു ഫീലിംഗാണ്. ഓക്കെ, ബൈ.